ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറൈറ്റി ആയിട്ടൊക്കെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ പായസമാണിത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. പായസം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു ചുമപ്പ് കളറിലുള്ള ഒരു പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഇതിന് നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കപ്പളവില്ലെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ പാലൊക്കെ എടുക്കുമ്പോഴും ആ ഒരു ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കണം. നല്ല തവിടുള്ള അരിയാണിത്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കുക്കറിലാണ് ഈ ഒരു അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഒരു 4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഒരു 6 കപ്പ് പാലും വെള്ളവും വേണം. അപ്പോൾ ഞാനിത് കുക്കർ ചെറുതായതുകൊണ്ട് 4 കപ്പ് പാലും 1 കപ്പ് വെള്ളത്തോടെ ചേർത്തിട്ട് ഈ അരി വേവിച്ചിട്ട് പിന്നീട് പാൽ തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുക്കറാണെങ്കിൽ 6 കപ്പ് പാലും വെള്ളത്തോടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ പാലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. പാകത്തിനുള്ള മധുരമുണ്ട്. മധുരം കൂടുതൽ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ അരിയൊക്കെ വെന്ത് വരണം. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ വരാതെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് 1 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ശർക്കരയൊക്കെ ചൂടാക്കിയിട്ട് നല്ലൊരു ചൂടോടുകൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് മിക്സാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പ് നിറയെ ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര പാനിയായിട്ടൊന്നും വേണ്ട, ഇതൊന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിനെ അരിച്ചിട്ട് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച ആ ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു 1 കപ്പ് അളവിൽ ശർക്കരപ്പാനി റെഡിയാക്കിയാലും കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി നല്ല തിളച്ച ചൂടോടെ ചേർത്തിട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതിലേക്കായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നെയ്യിൽ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറുത്ത എള്ളു കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തിന് പകരമായിട്ട് നിങ്ങൾ തേങ്ങ വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. എള്ള എന്തായാലും ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു പായസത്തിലേക്കൊക്കെ ഈ ഉണ്ണിയപ്പം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ മൂപ്പിച്ചിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് പഴം അടിച്ചെടുക്കാം. അപ്പോൾ ഒരു വലിയ പഴത്തിൻ്റെ 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. പാളയംതോടൻ പഴമാണെങ്കിൽ ഒരു 2 പഴം ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് അടിച്ചിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകരുത് ബാറ്റർ, എന്നാൽ അത്യാവശ്യം തിക്കായിട്ടിരിക്കാൻ വേണം. കൂടുതലായിട്ട് തിക്കാവാനും പാടില്ല. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂണൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പച്ചട്ടി ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ
ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ഒരു സൈഡാകുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പം എല്ലാം നന്നായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പായസത്തിലേക്ക് മാത്രമല്ല, ബാക്കി കുറച്ച് കൂടുതലുണ്ടാവും. ഞാൻ ഈ ഒരു കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. ആ ഒരു ഉണ്ണിയപ്പോടെ റെഡിയാക്കി എടുക്കുന്ന നേരത്ത് ഇവിടെ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു അരിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണുള്ളത്. ഈ ചെറിയ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അത്രമാത്രം പാലൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഒരു 3 കപ്പ് പാലോളം വേണ്ടി വരും. അത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചിട്ട് ആ ഒരു നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ വലിയ കുക്കറാണെങ്കിൽ 6-7 കപ്പ് പാലും 1 കപ്പ് വെള്ളമോടെ ചേർത്തിട്ട് അരിയൊക്കെ ഇട്ട് അതേപോലെ തന്നെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ പാല് പിന്നീട് തിളപ്പിച്ചൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിറയെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നീട് പാല് തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പാലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പായസവും ഉണ്ണിയപ്പവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉണ്ണിയപ്പം ഓരോന്നെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പായസത്തിലേക്ക് നേരത്തെ ഉണ്ണിയപ്പം ചേർത്ത് വയ്ക്കരുത്. സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉണ്ണിയപ്പം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു പായസത്തിൽ ഉണ്ണിയപ്പമൊക്കെ നന്നായിട്ടങ്ങ് അലിഞ്ഞു വരും. അതിൽ നല്ലത് നമ്മൾ അപ്പോഴപ്പോൾ ചേർത്തിട്ട് കഴിക്കുന്നതാണ്. പായസം ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഉണ്ണിയപ്പം ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ആ ചൂടോടെ തന്നെ ചെറിയൊരു ചൂടിൽ ഈ ഒരു പായസമായിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പായസത്തിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഏലക്ക പൊടിച്ചതൊന്നും ചേർത്തിട്ടില്ല, ഉണ്ണിയപ്പത്തിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നല്ല ഈസിയാണ് ഈ ഒരു ഉണ്ണിയപ്പം പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്